താങ്ക് യു. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 175 മർത്ത സ്മൂനി ഓർത്തഡോക്സ് പള്ളിയുടെ സ്മൂനി പ്രവാസി സംഗമം പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇവിടെ എത്തിയതിലും എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചതിലുള്ള അച്ഛൻ്റെയും മറ്റ് കമ്മിറ്റി അംഗങ്ങളോടുള്ള നന്ദി ആദ്യം തന്നെ അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ, ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷൻ, കേരള ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ ശ്രീ പ്രേംകുമാർ നമുക്ക് ഇന്നിവിടെ മുഖ്യാതിഥിയായി എത്തിയിരിക്കുന്ന അദ്ദേഹം, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, ബഹുമാന്യരെ, വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത്. ആദ്യമായി തന്നെ എല്ലാവർക്കും 76ാം റിപ്പബ്ലിക് ദിനത്തിൻ്റെ ആശംസകൾ അറിയിക്കുകയാണ്. ഇന്നിവിടെ പ്രവാസി സംഗമമാണ് ഇവിടെ നടക്കുന്നത്. പ്രവാസം എന്നാൽ വാസം മാറുക എന്നാണ് അതിൻ്റെ അർത്ഥം. വാസം മാറുക എന്ന് പറയുമ്പോൾ വാസം ഉയരുക എന്നുകൂടി അതിനൊരു അർത്ഥമുണ്ട്. ഇവിടെയുള്ള എല്ലാവരും, ഒട്ടുമിക്കവരും പ്രവാസികളാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം വാസം മാറിപ്പോകുമ്പോൾ നമ്മുടെ വാസം ഉയരുക. ഇന്നിവിടെ ഈ പ്രവാസി സംഘമാണ്. വാസം നമ്മൾ വളരെയേറെ പ്രതീക്ഷയോടാണ് വാസം മാറിപ്പോകുന്നത്. ഇങ്ങനെ വാസം മാറിപ്പോകുമ്പോൾ നാം ആ നാടുമായിട്ട് ഇഴുകിച്ചേരുവാണ്, അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്, ആ നാടിനോട് ഒത്തുചേരുകയാണ്. ആ പ്രവാസത്തെപ്പറ്റി ചെറിയ 1-2 കാര്യങ്ങൾ പറയാൻ മാത്രമാണ് ഞാനിവിടെ ആഗ്രഹിക്കുന്നത്. നാം ഇപ്പോൾ നോക്കുമ്പോൾ ഒരുപാട്, ഇപ്പം ഞാൻ കുഞ്ഞി പിള്ളേർ ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. പക്ഷേ ഇവർ കഴിഞ്ഞാൽ പിന്നെ ഇവരൊരു 12ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ പലരും ഇവിടെ കാണത്തില്ല. ഈ ക്രൗഡിലുള്ളവരാരും എനിക്ക് തോന്നുന്നില്ല 20+ അധികം പേരെ ഒന്നും കാണുന്നില്ല. അപ്പം നാം കാണുന്നത് ഒരുപാട് ചെറുപ്പക്കാർ, കുഞ്ഞുങ്ങൾ, അവർ പ്രവാസികളായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്താണ് യുവത്വത്തിനെ ഈ പ്രവാസ ലോകത്തിലേക്ക് മുന്നോട്ട് പോകാൻ അവർക്കുണ്ടാകുന്ന അവരുടെ ചിന്ത എന്താണ്? പ്രവാസ ജീവിതത്തിലേക്ക് അവർ പോകുന്നത് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടും അവരുടെ കംഫർട്ട് സോൺ, ഡ്രീംസാണ് അവരെ മുമ്പോട്ട് നയിക്കുന്നത്. ഡ്രീംസ്, എനിക്ക് നാളെ ഇന്നതാകണം, ആ ഒരു സ്വപ്നം കണ്ടാണ് അവർ പലരും മുമ്പോട്ട് പോകുന്നത്. പക്ഷേ അങ്ങോട്ട് ചെന്ന് കയറുന്ന, ഇവിടെ ഇപ്പോൾ പ്രവാസികളായിട്ടുള്ള മിക്കവാർക്കും അറിയാമായിരിക്കും, അവർ ചിന്തിക്കുന്ന പോലെ ആ ഒരു സ്വപ്ന ലോകത്തിലേക്കാണോ അവരെത്തുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു പക്ക കംഫർട്ട് സോണിലേക്കാണോ അവരെത്തുന്നത്? അല്ല, പലരും അവിടെ തീച്ചൂളയിലേക്കാണ് എത്തിച്ചേരുന്നത്. പക്ഷേ അവർക്കുള്ള ഏറ്റവും വലുത് ആ തീച്ചൂള അവർക്ക് കടന്ന് പോകാനായിട്ടുള്ള ധൈര്യവും അതിനുള്ള സംരക്ഷണവും ഒക്കെ ദൈവം കൊടുക്കുന്നുണ്ട്. ഈ തീച്ചൂളയിൽ കൂടെ നടക്കുമ്പോൾ ഒട്ടുമിക്ക പേരും അവരുടെ സ്വപ്നങ്ങൾ തേടി പോകുന്ന ഒട്ടുമിക്ക ആളുകളും ആ സ്വപ്ന സാക്ഷാത്കാരം അവിടെ എടുക്കുകയാണ്. പക്ഷെ വളരെ ചുരുക്കം ചിലർ അതിൽ എരിഞ്ഞു തീരുന്നതും നമുക്ക് കാണാം. അപ്പം രണ്ട് കൂട്ടരെയും നമുക്കിതിൽ കാണാൻ സാധിക്കും. പക്ഷേ അവരുടെ എം മുകുന്ദൻ്റെ നോവലിൽ തന്നെ പറയുന്നുണ്ട്, ജീവിതം ഒരു പ്രവാസമാണ്. അങ്ങനെ ജീവിതം തന്നെ പ്രവാസമാക്കി പോകുന്ന മെജോറിറ്റി ആളുകളും സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് എത്തുന്നെങ്കിലും കുറച്ച് പേരും അതിൽ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. പ്രതീക്ഷയോടാണ് പോകുന്നത്. വളരെയേറെ വളരെ ശക്തമായ ചിന്തയുമായി സ്വപ്നങ്ങൾ തേടി പോകുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർ വളരെ നല്ല രീതിയിൽ അവർക്കത് കടന്നു വരാൻ സാധിക്കുന്നുമുണ്ട്. ഇന്ന് നേരത്തെ നാം അച്ഛൻ്റെ പ്രസംഗത്തിലുമൊക്കെ കേട്ടതുപോലെ ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ ഈ പ്രവാസികളുടെ സഹായം കൊണ്ടാണ് ഇന്ന് കേരളം, എനിക്ക് തോന്നുന്നു, ഒരു 100 വർഷമെങ്കിലും നാം മുമ്പോട്ട് പോയി കാണും. 1970 തൊട്ട് പ്രവാസ ലോകത്തേക്ക് ഒരുപാട് പേര് പല സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. അവരുടെ സഹായം കൊണ്ടാണ് ഇന്ന് ഈ കേരളത്തിൽ ജീവിക്കുന്നത്. ഞാൻ കേരളത്തിൽ മുഴുവനായി ജീവിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ എനിക്കിന്നുണ്ടായ സാഹചര്യത്തിൽ ഒട്ടുമിക്കവാറും സാഹചര്യം ഞാൻ മനസ്സിലാക്കുന്നത്, അവർ അധ്വാനിച്ച് പ്രവാസ ലോകത്ത് പോയി അവർ അധ്വാനിച്ച് കൊണ്ടുണ്ടാക്കി അതിൻ്റെ നന്മ ഇവിടെ ഇരുന്ന് ഞാൻ അനുഭവിക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ ഇപ്പം നാട്ടിൽ താമസിക്കുന്ന നമ്മൾ അനുഭവിക്കുന്നു. കേരളത്തിൽ ഒരു 100 വർഷമെങ്കിലും അവർ മുമ്പോട്ട് കൊണ്ടുപോയി എന്ന് നമുക്ക് എല്ലാവർക്കും നിസ്സംശയം പറയാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതുപോലെ നമ്മൾ പ്രവാസി സംഘമാണ്. പ്രവാസികളെ പറ്റി പറയുമ്പോൾ ബൈബിളിൽ പ്രവാസത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടോ?
ബൈബിളിൽ എന്താണ് പ്രവാസത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്? ബൈബിളിൽ പ്രവാസം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പ്രവാസത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പഴയ നിയമത്തിൽ നോക്കുമ്പോൾ ഇസ്രായേൽ ജനതയുടെ പുറപ്പാടിനെയാണ് പ്രവാസമായി കാണിച്ചിരിക്കുന്നത്. 40 വർഷം ഉള്ള അവരുടെ പ്രവാസ ജീവിതം, മിസ്രൈമിൽ നിന്ന് കനാൻ ദേശത്തേക്കുള്ള ആ യാത്രയാണ് അവിടെ നമുക്ക് പ്രവാസമായി കാണുന്നത്. പക്ഷേ നാം അവിടെ കാണുന്നുണ്ട്, ആ പ്രവാസത്തിലും ആ കഷ്ടപ്പാടിലും ദൈവത്തിൻ്റെ ശക്തിയും ആത്മാവും ദൈവാനുഗ്രഹവും അവർക്ക് മന്നയായിട്ടും കാടപ്പക്ഷിയുമായിട്ടും ആ പ്രവാസ ജീവിതത്തിൽ അവരെ മുന്നോട്ട് പോകാൻ അവർക്ക് കരുത്ത് നൽകി എന്ന് നമുക്ക് പഴയ നിയമകാലത്തിൽ കാണാൻ സാധിക്കും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സത്യമാണ്, പത്രോസിൻ്റെ ലേഖനത്തിലാണ് പ്രവാസികളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പ്രവാസ ജീവിതത്തെപ്പറ്റി പറഞ്ഞിട്ടുള്ളത് പത്രോസിൻ്റെ ലേഖനത്തിൽ മാത്രമാണ്. അപ്പോൾ ബൈബിളിൽ നാം നോക്കുമ്പം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും, പഴയ നിയമത്തിൽ കുറേ നമുക്ക് കാണാം, ചില സ്ഥലങ്ങൾക്ക് പ്രവാസികൾക്ക് ചില ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്നൊക്കെ കുറച്ച് അവർക്ക് റെസ്ട്രിക്ഷൻസ് ഉള്ളതായിട്ടായി കാണാം. അവരുടെ ഈ കനാൻ ദേശത്തേക്കുള്ള യാത്രയെ പ്രവാസമായി കാണാം. പക്ഷേ ഇവിടെ എല്ലായിടത്തും ദൈവത്തിൻ്റെ അനുഗ്രഹം അവരെ നയിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പുതിയ നിയമത്തിലും പത്രോസ് അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഈ കുഞ്ഞു പിള്ളേർ പക്ഷേ ഒരു 10 വർഷം കഴിഞ്ഞാൽ ഇവരാരും ഇവിടെ തന്നെ കാണുമെന്ന് തോന്നുന്നില്ല. ഇന്നത്തെ യുവതലമുറ അവരുടെ പ്രത്യേകത എന്താണ്? പ്രവാസ ലോകത്തിലേക്ക് പോകുന്നത് പണ്ടത്തെ ഉള്ളവർ മോശമായി എന്നല്ല, ഇന്നത്തെ അവർ കുറച്ചുകൂടെ പ്രാക്ടിക്കലായി അവർക്ക് യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി അവർ മുമ്പോട്ട് പോകുന്നു എന്ന് ചിന്തിക്കാൻ പറ്റും. അച്ഛൻ നേരത്തെ അച്ഛൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു, ഇപ്പോൾ നമുക്ക് വെളിയിൽ, എനിക്ക് തോന്നുന്നു നമുക്ക് ഭദ്രാസനങ്ങൾ തന്നെ ഇന്ത്യക്ക് വെളിയിൽ കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്ന് നാം കൂടുതൽ ഭക്തിയുള്ളവരും ഇവിടെ നാം നാട്ടിൽ ചെയ്യുന്നതിനെക്കാട്ട് പള്ളിയുടെ ആക്ടിവിറ്റീസിൽ കൂടുതൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നതുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ആളുകളെ സഹായിക്കുന്നത് കാണാൻ സാധിക്കും. ഒരുപാട് ഓർഗനൈസേഷൻസ് അവിടെ ഉള്ളതായിട്ട് കാണാൻ സാധിക്കും. അവരെ സപ്പോർട്ട് ചെയ്യാൻ ഗവൺമെൻറ് ഉൾപ്പെടെ എല്ലാവരും ഉണ്ട്. പക്ഷേ ആ പ്രവാസികൾ അങ്ങനെ മുമ്പോട്ട് പോയി കഴിയുമ്പോൾ വളരെയേറെ നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നാം ഇന്നിവിടെ കേരളത്തിൽ ഇവിടെ സ്ഥിരമായി ജീവിക്കുന്ന ആരൊക്കെയോ ഉണ്ടോ, അവിടെയൊക്കെയുള്ള ജീവിത സൗഭാഗ്യത്തിന് ഈ പ്രവാസികളുടെ അവരുടെ യജ്ഞം ചെറുതല്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും ഈ പ്രവാസ ജീവിതത്തിലായതുകൊണ്ട് നാം നേരത്തെ പറഞ്ഞതുപോലെ ഈ ജീവിതത്തിൽ, ഈ സ്വപ്നം കണ്ട് നാം മുമ്പോട്ട് പോകുന്ന ഈ ജീവിതത്തിൽ നമ്മൾ ചെന്ന് ചാടുന്ന ആ തീച്ചൂളയിൽ പട്ടുപോകാതെ നാം ആഗ്രഹിച്ചതുപോലെ അവരുടെ സ്വപ്ന സാക്ഷാത്കാരം നടക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എന്നെ ഇങ്ങോട്ട് വിളിച്ച എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. അഭിമന്യ തിരുമേനിയും കാണാനും തിരുമേനിയുടെ കൂടെ നിൽക്കാനും സാധിച്ചത് ഒരു അനുഗ്രഹമായി ഞാൻ കണക്കാക്കുന്നു. എല്ലാവരുടെയും അനുവാദത്തോടു കൂടി മത്തസ്മൂനി പള്ളിയുടെ ഈ പ്രവാസി സംഗമം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊള്ളുന്നു.